ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ കഴിയുന്നതോടുകൂടി നിങ്ങൾ നോർമൽ കളർ വീൽസിനോട് ഗുഡ് ബൈ പറയും. എന്നിട്ട് HDR കളർ വീൽസ് ഇനി തൊട്ട് ഉപയോഗിച്ച് തുടങ്ങും. ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഇൻ്റർഫേസും അതിനകത്തുള്ള ഓരോ സംഭവങ്ങളും സെപ്പറേറ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കാം. HDR കളർ വീൽസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബ്ലാക്ക്, ഡാർക്ക്, ഷാഡോ, ഗ്ലോബൽ, അത് മാത്രമല്ല ഇതിൻ്റെ ഇടയ്ക്ക് വേറെയും കൂടിയുണ്ട്. അതിനായിട്ട് ഈ തൊട്ട് മുകളിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷാഡോ കഴിഞ്ഞിട്ട് ലൈറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ ഹൈലൈറ്റ് ഉണ്ടാവും. ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പെക്കുലർ ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഏറ്റവും ആദ്യമുള്ള ബ്ലാക്കിലോട്ട് പോകാം. ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇമേജ് അല്ലെങ്കിൽ ഈ വീഡിയോയിലെ ഏറ്റവും ഡീപ്പായിട്ടുള്ള ബ്ലാക്ക്, അതായത് പ്യുവർ ബ്ലാക്ക് അല്ലെങ്കിൽ അബ്സല്യൂട്ട് ബ്ലാക്ക് എന്നൊക്കെ പറയില്ല, അതുപോലെ അത്രയും കട്ടിയുള്ള പ്യുവറായിട്ടുള്ള ബ്ലാക്ക്, അത്രയും ഡാർക്കായിട്ടുള്ള ബ്ലാക്കിനെയാണ് ഈ ഒരു ബ്ലാക്ക് വീല് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ രണ്ടാമത് ഈ ഡാർക്ക് എന്ന് പറയുന്നത് ഈ എക്സ്ട്രീം ബ്ലാക്ക് നമ്മൾ പറഞ്ഞില്ലേ, അതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന, അതായത് അത്രയും ഡീപ്പായിട്ട് പോവാതെ അതിനേക്കാളും കുറച്ചുകൂടി മുകളിലേക്ക് നിൽക്കുന്ന ഒരു ബ്ലാക്ക് ഏരിയയാണ് ഈ ഒരു ഡാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷാഡോ നമ്മുടെ നോർമൽ ഷാഡോ തന്നെയാണ്. അതായത് ഇവിടെ ഫേസിലൊക്കെ കിടക്കുന്നില്ലേ, ഫേസ് ഈ ട്രീയുടെ ഈ സൈഡിലൊക്കെ വീഴില്ല, അങ്ങനെ വരുന്ന ഷെയ്ഡുകളെയാണ് ഈ ഒരു ഷാഡോ എന്നതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് ലൈറ്റാണ്. ഈ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഏരിയയാണ്. അതായത് നമ്മുടെ മിഡ് ബ്രൈറ്റ് ഭാഗങ്ങളാണ് ഈ ഒരു ലൈറ്റിനകത്ത് വരുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ഈ മുഖത്തുള്ള വെളിച്ചമില്ലേ, മുഖത്തുള്ള ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന വെളിച്ചങ്ങൾ, പിന്നെ നമ്മുടെ ഡ്രസ്സിൽ വരുന്ന ലൈറ്റുകൾ, അതായത് നോർമൽ രീതിയിലുള്ള ഒരു മിഡ് ബ്രൈറ്റ് ഭാഗങ്ങളാണ് ഈ ഒരു ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു വീല് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നു കേട്ടോ. അടുത്തതായിട്ട് ഹൈലൈറ്റ് നമുക്കറിയാലോ, നമ്മളൊരു വീഡിയോയിൽ നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ, അതായത് ലൈറ്റിനേക്കാളും കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഏരിയാസാണ് ഈ ഹൈലൈറ്റ് സെക്ഷനിൽ വരുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ലൈറ്റിൻ്റെ ഏരിയയിൽ നേരത്തെ ഡ്രസ്സ് പറഞ്ഞു, അത് നോർമൽ ലൈറ്റാണ്. പക്ഷേ ചില സമയത്ത് ഈ വൈറ്റ് ഡ്രസ്സൊക്കെ നല്ല രീതിയിൽ ബാണായി പോകും, ലൈറ്റ് കാരണം ഭയങ്കരമായിട്ട് ബാണായി പോകും. അപ്പോൾ ആ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഏരിയാസിനെ സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ ഈ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി കാണുന്ന ഹൈലൈറ്റ് തന്നെയാണ്. പിന്നെ വേറൊരെണ്ണം ഇതിനകത്തുണ്ട്, അതാണ് സ്പെക്കുലർ. ഈ സ്പെക്കുലർ എന്ന് പറയുന്നത് നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈലൈറ്റിനേക്കാളും അത്രയും ഡീപ്പായിട്ടുള്ള, നമ്മൾ ഡാർക്ക് നേരത്തെ പറഞ്ഞില്ലേ, ബ്ലാക്ക് എന്ന് പറഞ്ഞില്ലേ, ആദ്യം നമ്മളിത് ഇവിടെ ബ്ലാക്ക് പറഞ്ഞല്ലോ, ഏറ്റവും ഫസ്റ്റ് ഏറ്റവും ഡീപ്പായിട്ടുള്ള ബ്ലാക്ക് അല്ലേ, അതാണ് നമ്മൾ ആ ബ്ലാക്കിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ഏറ്റവും ഡീപ്പായിട്ടുള്ള വൈറ്റ്, നല്ല ബ്രൈറ്റ്നെസ് ഉള്ള ഒരു വൈറ്റ് ഏരിയയാണ് നമ്മൾ ഈ സ്പെക്കുലർ എന്ന് പറയുന്ന ഏരിയ കൊണ്ട് കൺട്രോൾ ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ സൺലൈറ്റ്, പക്ഷേ ഈ വീഡിയോയിൽ വരുന്ന സൺലൈറ്റ് എന്ന് പറയുന്നത് അത്രയും ഡീപ്പായിട്ടുള്ള സംഭവമല്ല, ഇതിനേക്കാളും ഹാർഷായിട്ട് നമുക്ക് സൺലൈറ്റ് വരുന്നുണ്ടാകും. ആ ഒരു ലൈറ്റിനെ കൺട്രോൾ ചെയ്യാനാണ് ഈ ഒരു സ്പെക്കുലർ എന്ന് പറയുന്ന ഈ ഒരു സംഭവം. അതായത് ആ ഒരു ഇമേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മൾ ഈ സ്പെക്കുലർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ലൈറ്റിങ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവമാണ് ഈ ഒരു ഗ്ലോബൽ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഫുൾ ഇമേജിനെ ഒരേപോലെ ബാധിക്കും. അതുപോലെ തന്നെ എക്സ്പോഷർ മൊത്തത്തിലായിരിക്കും ഇത് ബാലൻസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ഈ കിടക്കുന്ന ഒരു വീഡിയോ സാമ്പിളായിട്ട് നമുക്കൊന്ന് കളർ ഗ്രേഡ് ചെയ്ത് നോക്കാം കേട്ടോ, ഈ ഒരു HDR വീൽസ് ഉപയോഗിച്ച്. അപ്പം നമുക്കൊരു വീഡിയോ ആദ്യം കളർ ഗ്രേഡ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുക, അതായത് വൈറ്റ് ബാലൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്താണ്, അതിൻ്റെ ലൈറ്റ് എക്സ്പോഷർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന സംഭവം. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഒന്ന് എക്സ്പോഷർ ശക്കലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് നമ്മൾ ഇതിൽ കാണുന്ന ഗ്ലോബൽ എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിലെ എക്സ്പോഷർ പതുക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഡാർക്കായിട്ട് കിടക്കയില്ലേ, അപ്പോൾ ശക്കലൊന്ന് എക്സ്പോഷർ കറക്റ്റ് ചെയ്യുകയാണ് ഞാൻ. എക്സ്പോഷർ കറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ബാക്കിൽ കിടക്കുന്ന ഹൈലൈറ്റ് ഏരിയ വീണ്ടും ഭയങ്കരമായിട്ട് ബാണായി കത്തി കയറി വരാനായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട, ഒരു ശകലം നമ്മൾ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇനി ടെമ്പറേച്ചറും ടിൻറ്റും ഉപയോഗിച്ച് വൈറ്റ് ബാലൻസ് ഒന്ന് കറക്റ്റ് ചെയ്യാം. ടെമ്പറേച്ചറും ശകലം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ, ഒരു ശകലം ടെമ്പറേച്ചർ കട്ട് ചെയ്യാം. നമുക്ക് ടിൻറ്റും ഒന്ന് ശകലം ഒന്ന് മജന്തയിലോട്ടൊന്ന് പിടിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ചെറിയ രീതിയിലൊരു വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടേ. ഓക്കെ, തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ, പിന്നീട് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം.
ഇനി അടുത്തതായിട്ട് ഞാൻ ഒരു നോഡ് കൂടെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതിൽ തന്നെ ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. Alt S പ്രസ് ചെയ്ത് ഒരു നോഡ് കൂടി ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതിലാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഈ ഒരു കളർ വീൽ മൊത്തം ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്കതിനൊരു പേര് കൂടി കൊടുത്തേക്കാം, കളർന്ന് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു നോഡ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് ബ്ലാക്ക് എന്ന് കാണാം. അപ്പോൾ ഈ ബ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ നോക്കിക്കോളൂ എന്താണ് ഇവിടെ അഡ്ജസ്റ്റ് ആവാൻ പോകുന്നതെന്ന് ആദ്യം നിങ്ങൾ നോക്കുക. ഞാൻ ഇവിടെ എക്സ്പോഷർ ആദ്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? മാറുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടെ ഡീപ്പായിട്ടുള്ള ബ്ലാക്ക് ഉണ്ട്. ഇതൊന്ന് റീസെറ്റ് ചെയ്യട്ടെ ഞാൻ. ബ്ലാക്ക് ഓക്കെ. ഈ ഒരു ഹെയറിൻ്റെ ഭാഗം കണ്ടോ, ഇത് ഭയങ്കര പ്യുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും അബ്സല്യൂട്ട് ബ്ലാക്ക് ആണ്. അപ്പോൾ അതിൽ നമ്മൾ എക്സ്പോഷർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ, കണ്ടോ? ഞാൻ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കണ്ടോ, അത് വൈറ്റ് ആയിട്ട് വരണുണ്ടോ? അത്രയും ബ്ലാക്ക് കട്ടായി വരുന്നതാണ്ടോ നിങ്ങൾ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീൽ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ ഹെയറിൻ്റെ ഭാഗം ഇപ്പോൾ ബ്ലാക്ക് ആയിട്ടല്ല ഇരിക്കുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് മൈനസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബ്ലാക്ക് ആക്കാം. മനസ്സിലായോ? നമുക്കിപ്പോൾ തൽക്കാലം ഇത് റീസെറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പം നമ്മൾ എക്സ്ട്രീം ബ്ലാക്ക് ആയിട്ടുള്ള ഏരിയ വീണ്ടും ബ്ലാക്ക് ആക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ അത് ഒരുപാട് ലൈറ്റ് ആക്കാനും നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ. ഈ ബ്ലാക്ക് ഉപയോഗിക്കുന്നത് ഈ ഹെയറിൻ്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ അത്രയും ഡീപ്പായിട്ടുള്ള ഡാർക്ക് ഏരിയ എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ബ്ലാക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇതിനകത്ത് അത് ഉപയോഗിക്കുന്നില്ല. ഇനി അടുത്തതായിട്ട് ഡാർക്ക് എന്ന് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു സെക്ഷനാണ്. അതിൽ നമുക്ക് എക്സ്പോഷർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാവേ. അത് ഞാൻ ഫുള്ളൊന്ന് ഇൻക്രീസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ആ ബ്ലാക്കിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഇത് നോക്കിക്കോ, ഞാനിത് ഫുള്ളൊന്ന് നല്ല രീതിയിൽ അതിൻ്റെ എക്സ്പോഷർ കൂട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഹെയറിൻ്റെ ഭാഗം കണ്ടോ നിങ്ങൾ? ഈ ഹെയറിൻ്റെ ഭാഗത്ത് ഇത്രയും ഭാഗം മാത്രം ഇത് സെലക്ട് ആയിട്ടില്ല. ശ്രദ്ധിച്ചായിരുന്നോ? കണ്ടോ? ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഈ ബ്ലാക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഏരിയയാണ്. ഞാൻ ഈ ബ്ലാക്ക് കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ? അതായത് ബ്ലാക്ക് അഡ്ജസ്റ്റ് ആവേണ്ട ഏരിയാസ് ഈ ഒരു ഡാർക്ക് ഏരിയ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തൊടില്ല, അതിനകത്തൊന്നും തൊടാൻ നിൽക്കില്ല. ഈ ഡാർക്കായിട്ട് കുറച്ച് ഏരിയാസ് ഉണ്ട്, അത് മാത്രമേ ഇതിൽ എഫക്റ്റ് ആവുള്ളൂ കേട്ടോ. ആ ഒരു ബ്ലാക്കിൻ്റെ ഏരിയ അവിടെ തന്നെ സ്റ്റേ ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം. നമുക്ക് ഓരോ കളറായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ബ്ലാക്ക് അത്രയും ഡീപ്പായിട്ടുള്ള ബ്ലാക്ക് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഷാഡോ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡാർക്കിൽ അഡ്ജസ്റ്റ് ചെയ്തില്ലേ, അതിലൊന്നും എഫക്റ്റ് ചെയ്യാതെ ഷാഡോ, അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഫേസിലെ ഈ ഷാഡോ ഒക്കെ മാറും. ഞാൻ കാണിച്ചു തരാവേ. ഇനി നമുക്ക് ഷാഡോയിലെ എക്സ്പോഷർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, മൊത്തത്തിലുള്ള ഷാഡോ, അതായത് ഫേസിൽ ഡ്രസ്സിലൊക്കെ കിടക്കുന്ന ഈ ഡാർക്കിനേക്കാളും ലൈറ്റ് ആയിട്ടുള്ള ഏരിയാസ്, അതായത് ബ്ലാക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ഡാർക്കിനേക്കാളും ലൈറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആണ് ഈ ഷാഡോയിൽ വർക്കാവുന്നത്. അപ്പോൾ ഇത് മൂന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ സെപ്പറേറ്റ് ഒരു വീല് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം വേറെ ഇല്ല. മനസ്സിലായല്ലോ? ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇതൊന്ന് കറക്റ്റ് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ കാണിക്കാനാണല്ലോ ചെയ്തത്. ഇനി നമുക്ക് ഈ ഷാഡോ എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കാം. ഈ ഡാർക്ക് ഏരിയ ഇതെല്ലാം ഒന്ന് റീസെറ്റ് ചെയ്യാണ്. ഞാൻ എല്ലാം റീസെറ്റ് ചെയ്തു. ബ്ലാക്കിൽ നമ്മളിപ്പം ഒന്നും ചെയ്യുന്നില്ല, തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇനി ഡാർക്കിൻ്റെ വീലിൽ നമുക്ക് ശകല എക്സ്പോഷർ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, ഒരു ശകലം ഒന്ന് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഷാഡോ അതുകൂടി ശകലം ഒന്ന് എക്സ്പോഷർ ഇൻക്രീസ് ചെയ്യാം. തൽക്കാലം എത്ര മതിയേ, ഇവിടെ നിൽക്കട്ടെ. ഓക്കെ ഫൈൻ. ഇനി ഇവിടെ ബ്ലാക്ക് നമുക്ക് നല്ല രീതിയിൽ ഡാർക്ക്, അതായത് ഏറ്റവും ഡീപ്പായിട്ടുള്ള ബ്ലാക്ക് ഉണ്ടല്ലോ, അത് മാത്രമല്ല സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അതുകൂടി വേണമെങ്കിൽ ഒന്നില്ല കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു ശകലം മതി. എന്നിട്ട് ഈ ഡാർക്ക് ശകലം ഒന്ന് കട്ട് ചെയ്യാം എക്സ്പോഷർ. ഓക്കെ, ഡാർക്ക് ഞാൻ കട്ട് ചെയ്ത് കേട്ടോ കുറച്ച്. ഇനി ഷാഡോ ശകലോടെ എക്സ്പോഷർ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. പതുക്കെ ചെയ്യാം കേട്ടോ, പതുക്കെ ചെയ്യണം, അല്ലെങ്കിൽ രണ്ട് കളർ തമ്മിൽ നല്ല വ്യത്യാസം വരും. മനസ്സിലായോ? അതായത് നമ്മളിപ്പോൾ ഈ ഷാഡോ ഡാർക്ക് ബ്ലാക്ക് ഇതൊക്കെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നവും കൂടിയുണ്ട്. അതായത് ഇത് മൊത്തത്തിലുള്ള ഷാഡോ അല്ല. ഇപ്പം നമ്മൾ കളർ വീൽസിലൊക്കെ ചെയ്യുമ്പോൾ മൊത്തത്തിലാണ് എഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ ഓരോന്നിനും ഓരോ കളറിന് ഓരോ സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്കിന്, ഡാർക്കിന്, ഷാഡോയ്ക്ക്. അപ്പം നമ്മളിത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് ചെയ്യണം. ചിലപ്പോൾ ഈ ഒരു ഡാർക്ക് ഏരിയാസ് കൂടുതൽ നമ്മൾ ആക്കി കഴിഞ്ഞാൽ നേരത്തെ കണ്ടതുപോലെ ബ്ലാക്ക് അവിടെ തന്നെ കിടക്കും, മറ്റേത് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് നമ്മളിത് കൈകാര്യം ചെയ്യണം. അതുകൊണ്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നോക്കി വേണം ചെയ്യാൻ കേട്ടോ.
ചില വീഡിയോസിൽ നിങ്ങൾക്ക് ഈ ബ്ലാക്ക് ഡാർക്ക് ഏരിയാസ് ഒന്നും തൊടേണ്ടി വരത്തില്ല. അതുകൊണ്ട് അതിൽ തൊടുവാണെന്നുണ്ടെങ്കിൽ നോക്കി വേണം തൊടാനായിട്ട്. ഞാനിവിടെ ഇപ്പോൾ ചെയ്തപ്പോൾ കണ്ടോ, ഇവിടെ ഈ സെപ്പറേഷൻ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഈ ഒരു ഡാർക്ക് ഒന്ന് റീസെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ സെപ്പറേഷൻ കൂടുതലായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഇത് ഈ ഒരു എക്സ്പോഷർ ഉണ്ടോ ഡാർക്കിൻ്റെ, അത് നമുക്ക് വേണമെങ്കിൽ മൈനസ് ചെയ്ത് കൊടുക്കാം. മൈനസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു മുടി അതിൻ്റെ കൂടെ ആവുന്ന കാണാം. ഈ ഒരു ബ്ലാക്ക് നമുക്ക് കുറച്ചൊന്ന് എക്സ്പോഷർ കൂട്ടി കൊടുക്കാം. അപ്പോൾ അതുമായിട്ടങ്ങ് മെർജ് ആയിക്കോളും. ഓക്കെ, ഫൈൻ. ഇപ്പോൾ അവിടെ ഒരുവിധം ആയി. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീലുകളാണിത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ലൈറ്റ്. ലൈറ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ലൈറ്റ് എന്താണ്? നമ്മുടെ ഈ ഒരു വീഡിയോയിലുള്ള ഓവറോൾ നോർമൽ ലൈറ്റ്. ഞാനിപ്പോൾ അതിനെ എങ്ങനെ പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് പറയുകയാണെങ്കിൽ, ലൈറ്റിന് നമുക്കിപ്പോൾ 3 ആയിട്ട് ഇതിനകത്ത് തിരിയാം. ലൈറ്റ്, ഹൈലൈറ്റ്, സ്പെക്കുലർ. ഞാൻ അടുത്ത സെക്ഷനോട് എടുത്തിട്ട് കാണിച്ചു തരാവേ. ഓക്കെ, ലൈറ്റ്, ഹൈലൈറ്റ്, സ്പെക്കുലർ, ഇങ്ങനെ 3 എണ്ണമായിട്ടാണ് ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ലൈറ്റ് എന്ന് പറയുന്നത് ഇതിലുള്ള ആദ്യത്തെ ഒരു ലൈറ്റ് എന്ന് വിചാരിക്കുക. ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി എക്സ്ട്രീം ആയിട്ടുള്ള ബ്രൈറ്റ്നെസ്. അടുത്ത സ്പെക്കുലർ എന്ന് പറയുന്നത് ഇതിലുള്ള ഏറ്റവും ഹൈയസ്റ്റ് ബ്രൈറ്റ്നെസ് ഏരിയ ആണ് ഈ സ്പെക്കുലറിൽ വരുന്നത്. അപ്പോൾ നോർമലായിട്ടുള്ള ഒരു ബ്രൈറ്റ്നെസ് ആണ് ലൈറ്റിൽ വരുന്നത്. ഈ ഹൈലൈറ്റിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് ലൈറ്റിനേക്കാളും കുറച്ചും കൂടി ഹാർഷായിട്ടുള്ള ലൈറ്റ് ഏരിയ, അതായത് ബ്രൈറ്റ്നെസ് ഏരിയ. സ്പെക്കുലർ എന്ന് പറയുന്നത് ഹൈ ലെവലിലുള്ള ബ്രൈറ്റ്നെസ് ഏരിയ. മനസ്സിലായോ? ഇനി നമ്മൾ ഈ ഒരു ലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് എക്സ്പോഷർ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ. കാരണം ഇവിടെ കുറച്ച് ലൈറ്റ് ഇടകയല്ലേ. അപ്പോൾ നമുക്ക് എക്സ്പോഷർ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എവിടെ എഫക്റ്റ് ആവുമെന്ന് നോക്കിയോ. കണ്ടോ, ലൈറ്റ് ഏരിയ എഫക്റ്റ് ആവുന്നുണ്ടോ? ശ്രദ്ധിച്ചായിരുന്നോ? ലൈറ്റ് ഏരിയ എഫക്റ്റ് ആവുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ ലൈറ്റ് ഏരിയ നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നോക്കിക്കോളൂ, ഈ ഫേസിലും ആ ലൈറ്റ് ഏരിയ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അതിവിടെ ഫേസിൽ ഇവിടെ മങ്ങിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാം. കണ്ടോ, ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ആ ഫേസും മങ്ങി പോകുന്ന കണ്ടോ നിങ്ങൾ? കണ്ടോ? അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ വീലും നോക്കി അഡ്ജസ്റ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾക്ക് ഇതിൽ ഓരോന്നും സെപ്പറേഷനാണ്. അതുകൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഏരിയ മാത്രമായിട്ട് സെപ്പറേറ്റ് അതിൻ്റെ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ആവും. നോക്കിക്കോളൂ, കണ്ടോ, ലൈറ്റ് കുറഞ്ഞു പോകുന്നുണ്ടോ? അപ്പോൾ ഇവിടുത്തെ ഡീറ്റെയിൽസ് വിട്ടു പോകുന്നുണ്ടോ? അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മാത്രം നോക്കാൻ പറ്റില്ല, എല്ലാ സബ്ജക്റ്റ് എല്ലാം ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മാസ്ക് ചെയ്തിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ കാര്യം. അപ്പോൾ ഇവിടെ നമുക്ക് ലൈറ്റ് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടില്ല. കാരണം ഇതൊരു ഡാർക്ക് വീഡിയോ ആണ്. അതിലിത് ഈ ഒരു സെക്ഷനിൽ മാത്രമാണ് കിടക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ഇത് ഹൈലൈറ്റോ അല്ലെങ്കിൽ സ്പെക്കുലറോ ആണ്. നമ്മളിപ്പോൾ കുറച്ച് നോക്കിയല്ലോ. ഇപ്പം നോക്കിയേ, ഞാൻ കട്ട് ചെയ്യാണ്. ലൈറ്റ് കട്ട് ചെയ്തപ്പോൾ കണ്ടോ ഡീറ്റെയിൽസ് പോകുന്നുണ്ടോ വീഡിയോസിൽ? അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ലൈറ്റ് അല്ല ഇവിടെ നമ്മൾ കുറയ്ക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഇവിടെ ഹൈലൈറ്റോ സ്പെക്കുലറോ ആയിരിക്കാമെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് ഹൈലൈറ്റ് കുറച്ച് നോക്കുക. ഞാൻ ഇവിടെ ഹൈലൈറ്റ് കട്ട് ചെയ്യാണ്. കണ്ടോ, ഹൈലൈറ്റ് കട്ട് ചെയ്തപ്പോൾ എവിടെ എഫക്റ്റ് ആയില്ല? ഫേസിൽ വീഴുന്നില്ല. അപ്പോൾ ഈ ഏരിയ ഹൈലൈറ്റിൻ്റെ ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് ശകലം ഒന്ന് കട്ട് ചെയ്യുക. ഓക്കെ, ഈ ഹൈലൈറ്റ് കട്ട് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഒരു ഏരിയയിൽ കുറച്ച് റെഡായിട്ട് മാറുന്നുണ്ട്. റീസെറ്റ് ചെയ്യുകയാണേ, നോക്കിക്കോളൂ, കണ്ടോ ഒരു റെഡായിട്ട് വരണുണ്ടോ? അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മാറ്റാൻ നോക്കിയാലോ. ഇത് സിമ്പിളാണ്. നമ്മൾ ഈ ഹൈലൈറ്റിൽ എവിടെയൊക്കെ ഏരിയ ആണോ ഈ ലൈറ്റ് അഡ്ജസ്റ്റ് ആയത് അതുപോലെ തന്നെയാണ് ഇതിനകത്തുള്ള ഈ കളർ ഏരിയയും. മനസ്സിലായോ? ഈ നടുക്കത്തെ സെൻറ്റർ പോയിന്റ് പിടിച്ചിട്ട് നമ്മൾ പതുക്കെ, ഇപ്പോൾ റെഡ് അല്ലേ, നമ്മൾ കുറച്ച് ഈ ഒരു ബ്ലൂയിലോട്ടോ ഗ്രീനിലോട്ടോ ഒക്കെ പതുക്കെ മാറ്റുമ്പോൾ അത് മാറുന്നത് നിങ്ങൾക്ക് കാണാം. അതായത് ഇതിൽ കാണുന്ന ഓരോ വീൽസ് ഉപയോഗിക്കുമ്പോഴും ഇതിൻ്റെ എക്സ്പോഷർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എവിടെയൊക്കെയാണോ നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് ആ ഏരിയയിലെ കളറുകളും നമുക്ക് ഈ ഒരു വീല് കൊണ്ട് തന്നെ മാറ്റാനായിട്ട് പറ്റും. ഇനി അടുത്തതായിട്ടുള്ള ഏരിയ ആണ് സ്പെക്കുലർ. ഈ സ്പെക്കുലർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ലൈറ്റ്, ഹൈലൈറ്റ് ഇതിനെ രണ്ടിനെ അപേക്ഷിച്ച് ഏറ്റവും വലിയ രീതിയിലുള്ള ബ്രൈറ്റ്നസ്, ഏറ്റവും ഹൈയിൽ നിൽക്കുന്ന ബ്രൈറ്റ്നസ് ഏരിയ ഏതാണോ അതാണ് ഈ സ്പെക്കുലർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാവും, ചിലപ്പോൾ ഇതിനകത്ത് കാണില്ല എന്നും വരാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഈ എക്സ്പോഷർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാവേ. ഒരുപാടില്ല കേട്ടോ, ഇവിടെ ആ ഏരിയ ഒരുപാടില്ല. അത്രയും എക്സ്ട്രീം ഹൈലൈറ്റ് ആയിട്ടുള്ള ഏരിയ ഇതിനകത്തില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ നോക്കിക്കോളൂ. കണ്ടോ, ഒരു 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 ശക്കല ഇവിടെ അഡ്ജസ്റ്റ് ആവുന്നു, ഒരു കുമ്മിണി അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. സ്പെക്കുലർ ആയിട്ടുള്ള ഏരിയ വലുതായിട്ടില്ല. അപ്പോൾ അതൊന്ന് റീസെറ്റ് ചെയ്തിട്ട്
ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു ഹൈലൈറ്റ് ശകലൂടെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരുപാട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടോ അത് ബാണായി പോകുന്നുണ്ട്. അത്രയും രീതിയിൽ അങ്ങ് പോകരുത് കണ്ടോ, ഈ ഒരു ഡീറ്റെയിൽ അങ്ങ് നഷ്ടപ്പെട്ടു പോകും അവിടുത്തെ. അപ്പോൾ അത്രയും പോകണ്ട, ഇങ്ങനെ മതി. ഓക്കെ, അപ്പോൾ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ വരുത്തിയത്. നമുക്കിതൊന്ന് വേണമെങ്കിൽ എല്ലാം ഒന്ന് ഓഫ് ചെയ്ത് നോക്കിയാലോ. കണ്ടോ, ഇങ്ങനെ ഇരുന്ന വീഡിയോ ആണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഒരു രീതിയിലോട്ടാക്കി. ഇനി നമുക്കുള്ളത് ഗ്ലോബലാണ് ഏറ്റവും അവസാനമായിട്ടുള്ളത്. അത് നമുക്കറിയാം, നമ്മൾ ആദ്യമേ പറഞ്ഞു. ഈ വീഡിയോയിലെ ഓവറോൾ എല്ലാ സ്ഥലത്തെയും ഒരുപോലെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഗ്ലോബൽ എന്ന് പറയുന്ന ഏരിയ. അപ്പോൾ ഇതിൽ നമ്മൾ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്താലും കളർ അഡ്ജസ്റ്റ് ചെയ്താലും ഇത് ടോട്ടൽ വീഡിയോയെ ബാധിക്കും. ഞാൻ അതുകൂടെ കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു സെൻറ്റർ പോയിന്റ് കണ്ടോ, ഇവിടെ കളർ അഡ്ജസ്റ്റ് ചെയ്യണേ, നോക്കിക്കോളൂ. കണ്ടോ, ടോട്ടൽ വീഡിയോ ബാധിക്കുന്നുണ്ടോ, മൊത്തത്തിൽ ബാധിക്കും. അപ്പോൾ ഇതേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് കളർ വീൽസിനും ഇല്ലെന്നൊരു സംശയം വരാം. അതെ ഉണ്ട്, പക്ഷേ അതിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ കളർ വീൽസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലിഫ്റ്റ്, ഗാമ, ഗെയിൻ, അതായത് ഷാഡോ, മിഡ് ടോൺ, ഹൈലൈറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണ്, ഇതിനകത്ത് ഇപ്പം ഷാഡോയ്ക്ക് ഒരു ഏരിയ, മിഡ് ടോണിന് ഒരു ഏരിയ, ഹൈലൈറ്റിന് ഒരു ഏരിയ ഇങ്ങനെ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ അതേസമയം HDRൽ വന്നു കഴിഞ്ഞാലോ, ലൈറ്റിന് തന്നെ ലൈറ്റ്, ഹൈലൈറ്റ്, സ്പെക്കുലർ എന്നും പറഞ്ഞ് 3ആയിട്ട് സെക്ഷൻ തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാഡോയ്ക്ക് തന്നെ എന്താണ്, ഷാഡോ ഏരിയാസിന് ബ്ലാക്ക്, ഡാർക്ക്, ഷാഡോ ഇങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം നമുക്ക് എക്സ്ട്രീം ആയിട്ടുള്ള കൺട്രോൾ ആ വീഡിയോയിൽ കിട്ടും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളത്. പിന്നീട് നോർമൽ രീതിയിലുള്ള കോൺട്രാസ്റ്റ് ഉണ്ട്, പിവറ്റ് ഇവിടെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഹ്യൂ ഉണ്ട്, അങ്ങനെ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. എന്തെങ്കിലും വിട്ടു പോയോ എന്ന് എനിക്കറിയില്ല. മാക്സിമം എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഒന്നുകൂടി നമ്മൾ ചെയ്തതൊന്ന് ഓഫ് ചെയ്ത് നോക്കാം. കണ്ടോ? ഓക്കെ, അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യാം. അതുപോലെ എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ പറയാനുണ്ടെങ്കിലും ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അതെല്ലാം ചേഞ്ച് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.